ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ബ്ലോക്ക് ഫുട്ടാണ്. കണ്ടാൽ മനസ്സിലാവുണ്ടല്ലോ. ഇപ്പോൾ കണ്ട നമ്മൾ ലെവൽ കണ്ട 669 ലെവലാണ്. അപ്പോൾ നമ്മൾ സീസണല്ല C2 എത്താൻ വെറും ഇനി ഇത് 31 ലെവൽ മതി. നമ്മൾ കളക്ഷൻ കണ്ടോ കേട്ടോ. കളക്ഷൻ കണ്ട നെറ്റൊരു തരും. കളക്ഷൻ ഇല്ല എന്നാലും ഇത് എത്ര ഉണ്ട്? 3 കൂട്ടുക വേണ്ട. അപ്പം നമ്മളെ ഇത് ലെവൽ ഏകദേശം 282 എന്താ ഇത് മലയാളത്തിൽ പറയാ തക്കുടുവോ? 282 ആയിക്കണേ. പിന്നെ നമ്മൾ പുതിയ സ്കില്ല് പഠിച്ച് ഡാർക്ക് സ്റ്റെപ്പ് നമ്മൾ സംഭവം പഠിച്ച് ക്യാഷ് നമ്മൾ വാരി കൊടുത്ത് നമ്മൾ ക്യാഷ് ഒന്നും നോക്കിയില്ല, നമ്മൾ എടുക്കാതെ എടുത്തുകൊണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ അടിയുള്ള ഒരു സീക്രട്ട് ഡോർ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് തോന്നുന്നു. വരും ഇട്ടിയിൽ വരും, ഇല്ല കിട്ടിയിട്ടുണ്ടാവും. ഇവനെ കൊന്നായി സോഡ് കിട്ടും. ആ സോഡ് കൊന്ന് നമ്മൾ ചെയ്ത് ഇപ്പം നമ്മൾ കളക്ഷൻ ഫൂട്ടണം കേട്ടോ. ക്യൂക്കണ ഫ്രൂട്ട് ഉണ്ട്, മാഗ്മ ഉണ്ട്, റബ്ബർ ഉണ്ട്, ഈഗിൾ ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഫ്ലെയിം പിന്നെ സാൻഡ്. അത് നോക്കണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. കുറച്ച് അപ്പോൾ സീസൺ C2 C3 എത്തുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കളക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഏത് ലാൻഡ് ചോദിച്ചാൽ ഫോർത്ത് സിറ്റി സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇനി ഇവിടുത്തെ ബോസിനെ കൊല്ലാൻ നമുക്കൊരു 75 ലെവൽ വേണം. ആ ബോസിനെ കൊന്ന് പിന്നെ ഒരു 25 ലെവലോളം കളിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സിറ്റി പോകാൻ. ഇവിടെ ഇപ്പോൾ 2 ആൾക്കാരുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ നമ്മൾ കൊന്ന് കഴിഞ്ഞ് ഇവന്മാർ പിന്നെ അടിച്ചെങ്കിൽ HP പോവില്ല. കാരണം എന്താ, ഞാൻ പ്രോയാണ്, മനസ്സിലായില്ലേ? ഇവന്മാർക്ക് ഇന്നെ തല്ലാൻ വയ്ക്കൂല, അതിനുള്ള ശക്തി വിളിക്കില്ല. പിന്നെ അപ്പുറത്തുള്ള തല്ലാം നമ്മളെ ശക്തിയൊക്കെ പോട്ടെ. കാരണം നമ്മളെ ലെവലിക്ക് എത്ര പ്ലേയേഴ്സാണ്, മനസ്സിലായില്ലേ? ഏത് അത് അപ്പം നമ്മൾ നടക്കൊന്നുമില്ല, ഫുൾ പറക്കുക. ഓക്കെ, ജസ്റ്റ് പറക്കുക. നമ്മൾ നമ്മൾ ലൈറ്റ് മീൻ തക്കുടാണ്. ഓക്കെ, ലൈറ്റ് മീൻ തക്കുടാണ്. ഇനി ഇവനെയാണ് ഇവന്മാരെ നമുക്ക് കൊല്ലേണ്ടത്. അപ്പം നമ്മൾ അത്യാവശ്യം നമുക്ക് ഡാമേജ് ഒക്കെ ഉണ്ടാവും. 800 ഡാമേജ് പോകും. ഇവന്മാർ അടിച്ചാൽ അടിച്ചു പോകും. 850 ഡാമേജ് ഇട്ടുണ്ട്. നമുക്കൊരു 1000 ഡാമേജ് ഒക്കെ ആക്കണം. അപ്പം എല്ലാവർക്കും ഇവനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞില്ല. ഇവനെ കൊല്ലട്ടെ. എല്ലാവരും പറയാനുള്ളത് എന്താ വെച്ചാൽ പുതിയ പ്ലേസ് ഉണ്ട് പറയാനുള്ളത്. ലൈറ്റ് പിന്നെ ബുദ്ധ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കിട്ടുന്ന സ്റ്റോർ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഈറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ ഉള്ള ഫൂട്ടും പോവും, ആ ഫൂട്ടും പോവും. പിന്നെ ലൈറ്റ് ഒക്കെ ഈറ്റ് കിട്ടുന്ന ഫൂട്ടാണ്. ലൈറ്റ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും തിന്നണ്ട. ബാക്കിയുള്ള ഇങ്ങനെ സ്റ്റോർ ചെയ്യുക. അപ്പുറത്തെ സീലൊക്കെ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ XP കിട്ടും കോഡ് അടിച്ചാൽ. ഇവിടെ റെഡിയും ഇഷ്ടമല്ല സെറ്റിങ്സ് പോയിക്കാണ്ട് അടിയിൽ വന്ന റെഡിയും കോഡ് അടിച്ചാൽ XP കൂട്ടാൻ പറ്റും. പക്ഷേ മാക്സിമം 2-3 XP ഒക്കെ എടുക്കുക. അതിൻ്റെ അപ്പുറം ഇവിടെ എടുക്കരുത്. കാരണം എക്സ്പീരിയൻസുള്ള പ്ലേയേഴ്സ് എന്താ എന്നെ പറഞ്ഞു വെച്ചാൽ നമ്മൾ മാക്സിമം എന്താ പറയുക, ഇപ്പം എടുത്തൊക്കെ C2 C3 ഭയങ്കര XP കൂടെ ഭയങ്കര പണിയാണ് ലെവൽ. അപ്പോൾ അപ്പം എടുക്കാൻ ഏറ്റവും ബെറ്റർ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഉപയോഗിക്കാൻ നോക്കുക മാക്സിമം. ഇപ്പോൾ ഉപയോഗിക്കാതെ പിന്നെ എന്താ പറയുക, ഗൈഡ് ആക്കുക, വിട്ട് പോവുക. മനസ്സിലായില്ലേ? അമ്മമാരൊക്കെ ഇങ്ങനെ വന്നാൽ മതി. പിന്നെ ഒന്ന് മൈൻഡ് ഒന്ന് കൊല്ലാൻ മറന്നു കൊല്ലട്ടെ ഇത് പറഞ്ഞത്. പിന്നെന്താ വെച്ചാൽ സ്റ്റാറ്റസിൽ സോഡും ഗണ്ണ് കൂട്ടാൻ നിർബന്ധമില്ല. സോഡും 100-100 ഉണ്ടായിക്കോട്ടെ. സോഡ് ഞാൻ സോഡല്ല ഉപയോഗിക്കില്ല. സോഡ് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം കുറേയൊക്കെ സോഡ് കൂട്ടിക്കോളി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബാക്കി ബ്ലോക്ക് ഫുഡ് മാക്സിമം കൂട്ടുക. കൂടെ എന്താ പറയുക, ഡിഫൻസും കൂട്ടുക, ഹെൽത്ത് മെയിൻ. പിന്നെ എനർജി ഈ 300-350 മതി C1. അതിൻ്റെ അപ്പുറത്തേക്കും എനിക്ക് എന്താ അറിയില്ല. നമുക്ക് അത്യാവശ്യം വല്ലാതെ നമ്മൾ വണ്ടൂല. ഇങ്ങനെയല്ല വണ്ടാലും ചാകാനല്ലേ, അതിന് നമ്മൾ അത്രയ്ക്ക് ഉപയോഗിക്കുള്ളൂ. മനസ്സിലായോ? പിന്നെ ഇങ്ങനത്തെ പറക്കുന്ന ഫൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിന് വലിയ ആവശ്യം വരില്ല. പിന്നെ ഡിഫൻസ് അത്യാവശ്യം കൂട്ടിയേക്കുക. കൂടെ ബ്ലോക്ക് ഷൂട്ട് മാക്സിമം കൊടുക്കുക. ബ്ലോക്ക് ഷൂട്ട് അത്യാവശ്യം. കാരണം ഹെൽത്ത് വേണ്ടി കൂടുതൽ ബ്ലോക്ക് ഷൂട്ട് ഉണ്ടോ. ഇപ്പോൾ ഹെൽത്ത് പിന്നെ 3000 ഹെൽത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണം കൊല്ലാൻ പറ്റില്ല. അപ്പം എനിക്ക് വേണേൽ ഇത് കടിച്ചുകൊണ്ടുണ്ടോ 800 ഡാമേജ് ഒക്കെ പോകും. അത് നിങ്ങൾക്ക് വേഗം വേണേൽ കൊല്ലാം. അപ്പം അതൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ബൊമ്മാരൊക്കെ അടിച്ചിട്ട് ഇതെന്തോ അവൻ ചാവിച്ച് ബൊമ്മാരൊക്കെ ഒന്ന് അടിച്ച് കൊന്നിട്ട് ബോസിനെ കൊല്ലുന്ന കാണിച്ചത് കേട്ടോ. ബോസിനെ നമ്മൾ ടപ്പ എന്ന് കൊല്ലും. ഓക്കെ, നമ്മൾ സീനാണ് ഇപ്പോൾ. നമ്മൾ ആരാണ്? ലൈറ്റ് മീൻ തക്കുടു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ലെവൽ 75 ആയിട്ടുണ്ട്. ഈസി പീസിനു സുഖമായിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 18 പോയിന്റ്സ് ഉണ്ട്. ആ 18 പോയിന്റ്സിൽ നമ്മൾ ഒരു 10 തീക്ക് കൊടുക്കാം. ബാക്കി 4 അത് 4 തീക്കും, 2 തീക്കും, 1 അങ്ങനെ കൊടുക്കാം. അത് തട്ടിമുട്ടി കൊടുത്താൽ മതി. നമ്മളെ സ്ഥലം ഇവിടെ തന്നെ. ബോസിൻ്റെ ഏരിയ എനിക്കറിയാം. മറ്റേ എപ്പോഴും ബോസിനെ അവസാനം കണ്ടു. പക്ഷെ ഇത്തവണ ഫസ്റ്റ് ബോസിനെ കണ്ടു ഞാൻ വന്ന് എടുത്ത സ്ഥലത്ത് കയറിയതാ.
അപ്പൊ ഒരു ബോസ് ഒന്ന് ഞാൻ അടിച്ചു, ഒരടിക്കിട്ട് കൊന്നവനെ. എന്താ ഒരു മര്യാദ വേണ്ട നമുക്ക്. നമുക്ക് തോന്നിയ മതി കൊല്ല. എന്താപ്പത് ദബ്ബന ബോസ് അടിയടാ. ഇനി ബോസൊക്കെ നമുക്ക് പുഷ്പം കഴിച്ചു ഇങ്ങനെ കൊടുക്കുക. ബോസിന്റെ അടുത്തേക്ക് മാക്സിമം പോകാണ്ടോ, മാക്സിമം അടുത്ത് പോകാതെ. കാരണം ഒരടുത്ത് നേരം അവർക്ക് മിക്ക ഫൈറ്റും ഉണ്ടാവുന്നുണ്ട്. അടുത്തുണ്ടോ അടുത്തേക്ക് പോകാതെ അതാ നല്ലത്. എല്ലാ ബോസാളെടുത്തും ബോസാൾക്ക് അടുത്തുനിന്നാണ് നമ്മളെ വേഗം തട്ടിമുട്ടി കൊല്ലാൻ കഴിയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം വിട്ട് പോയി നിൽക്കുക. ഇപ്പോൾ അത്യാവശ്യം സീനാണ്, ഇവ അത്യാവശ്യം സീനാണ്. നന്നായിട്ട് പണിയിട്ടുണ്ട്. പിന്നെ വിട്ട് തന്നെ പൊട്ടിക്കേണ്ടി വരും അല്ലേ. ഓ ഏതാ മൂവ്മെന്റ്സ് ഒക്കെ വേണ്ടി. ഇവനാണ് ബോസ്. ഇത്ര നേരമൊക്കെ മൊന്നകളിന് ലാസ്റ്റ് സീസൺ ലാസ്റ്റ് ആയപ്പോഴേ പക്ഷെ കിട്ടിയില്ല. ബോസാണ് മൂഞ്ചി വന്നുണ്ട്. ആ ഓക്കെ പൊട്ടിക്കാം. പിന്നെ ആകാശത്തൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി സീനാ. അയ്യോ ജി സ്ട്രെങ്ത് പണി തരും. ഇത് എനിക്ക് സ്ട്രെങ്ത് പണി തരും. ഇനി മെല്ലെ ഇനി നടക്കാൻ കുറച്ച്, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. പോട്ടെ എവിടെ അവിടെ അവിടെ. ഓ HP ഒക്കെ പറത്തുന്നുണ്ടോ അവന്. ഒത്തിരി സീനാട്ടോ. പിന്നെ കൊല്ലണം. പിന്നെ കൊല്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചത്തിനു. അയ്യോ ഇൻ്റെ അടുത്ത് നിൽക്കണവന് കണ്ടോ. എടുത്ത് നിന്ന ഒരു വെട്ടി നമ്മൾ തീരും. പഠിച്ചോനെ അവൻ്റെ ഈലാവാതെക്കണേ. ഈലാവല്ലേ ഇപ്പെത്തും. കാത്തുക്ക് ഈലാവല്ലേ. ഞാൻ എത്തീന്ന്. എന്തിനാ ഈലാവണ മുത്തേ. നാണെത്തി മുത്തേ. ഈലാവല്ലേ. അതാണ് ബോസ്. ഈലാവല്ലേ. പേടി വേണ്ട. എന്തിനാ പേടിക്കല്ലേ ബോസ് പറഞ്ഞതാ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഈലാവില്ലെന്ന് പറഞ്ഞേ. ഞാൻ അടുത്തൊരടി എന്നിട്ട് മണ്ട ഉണ്ടോ. അടുത്ത ഒരു കുത്തിയുണ്ടോ അടുത്തെത്തിയപ്പോ. അതാണ് അടുത്തേക്കൊന്നും പോവാതെ. അടുത്ത് പോയാൽ നമ്മൾ പീസ് കഷ്ണാവും. എന്താ ഇത് ഒരു നോർമലി അടിക്കടാ. എൻ്റെ കൈ കൊണ്ടാ. ആരുടെ കൈ കൊണ്ട് അത് പലിട്ടിക്കേ. അയ്യേ എടാ ഞാൻ അത്രക്കാരനല്ല. മുട്ട വന്നാണ്ട ശക്തിയുടെ അവനെ മുട്ട നേരിച്ച് സമയത്തിന് ബാത്റൂമിൽ പോകണം. മനസ്സിലായോ? എവിടെ ബലിട്ടല്ല അവന് കൈ കൊണ്ട് തന്നെ വന്ന് 10 മില്യനാ. എടാ 10 മില്യൺ XP. അത് ശ്രദ്ധിച്ചു കേട്ടോ. എത്ര ക്യാഷ് എത്ര കിട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. പോയോക്കട്ടെ. വിട്ടടിച്ചു ഇടയ്ക്ക് ഇങ്ങനെ കണ്ടാവും. ഫ്ലൈറ്റ് എപ്പോഴും റെഡി ആവുന്നില്ലല്ലോ. ഓക്കെ എന്താ എൻ്റെ പേര്? സൈബ്രോക്കോ അതോ സൈബ്രോക്ക് എന്നല്ലേ. 20,000 കിട്ടും. ബട്ട് ഇതുകൊണ്ട് നമ്മൾ സീസൺ അല്ല എന്താണ് കൂടുമോ റെഡിയാക്ക്. സീസൺ അല്ല എന്താ ഇത് സീസൺ. പിന്നെയും പറയും സി ഒന്ന് വിട്ടു പോവില്ല. C2 എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൈൻഡ് ചെയ്യണം. അത് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് അതൊരു ബോറാവും. എനിക്ക് ഗ്രൈൻഡ് പോകാം, നിങ്ങൾക്കത് ബോറും. അതുകൊണ്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് തരാം. ഓക്കെ അങ്ങനെ എന്താ പറയുക 699 ലെവലായിരാ. അത്രേ ഉള്ളൂ. എന്താ ഇത്. ഇനി ഒരു ലെവൽ വരെ കിട്ടിയാൽ നമ്മൾ അടുത്ത സീക്ക് പോകും. നമ്മൾ 2 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്. ഇപ്പം സമയം കണ്ട രാത്രി 12 PM കാണിച്ചില്ല. PM കാണില്ലേ ജനുവരി 30 ഇപ്പം ആയതാണ്. ഇപ്പോൾ രാത്രി 12ക്ക് ഇരുന്നപ്പോൾ മോട്ടിവേറ്റ് ചെയ്യും. എന്താ സീൻ എത്തണം. ആ മോട്ടിവേഷനിൽ നമ്മൾ കളിച്ചപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെന്ത് ബോസിനെ ഏതല്ല ഇത് ഈ സീരിയൽ ലാസ്റ്റ് മിഷൻ എന്താ ബോസിനെ കൊല്ലാന്നാണ്. ആ ബോസിനെ കൊന്നിട്ട് തന്നെ നമുക്ക് C2 പോവാം. അങ്ങനെ ഇതുണ്ട്. സമയം കറക്റ്റ് ബോസ് സ്പോൺ ആയിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിങ് കേട്ടോ. ആകെ ഈ സീരിയൽ ഇപ്പം നമ്മൾ 3ാമത്തെ ഈ ബോസിനെ കൊല്ലാൻ പോകുന്നത്. ഇവൻ്റെ ബോളിഡല് ഇവൻ്റെ കൊച്ചുപോലെയാണ് ഭയങ്കര സീൻ കേട്ടോ. ഒരു പച്ചപോലെ ഇടും. നമ്മൾ പറപ്പിച്ച് ആകാശത്ത്. അത് മാത്രം സീൻ. ബാക്കിയുള്ള സീൻ എന്താ വെച്ചാൽ നമുക്കൊരു സീൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു തീയ സാധനം ഇടും. അതിൽ നമ്മളുണ്ടോ ഇതിൽ നമ്മൾ ചാവും. അതിൽ നമുക്ക് കൊള്ളാതെ കാണാം. അവിടെ നമ്മളെ കൈ എവിടെ ഉണ്ട് ആശമുണ്ട്. ഇവനെ കൊന്നിട്ട് ഓൻ്റെ രക്തം കുടിച്ച് എന്താപ്പത് ചാവുന്ന് വേൻ ചത്താല്ല. ഇപ്പം ഞാൻ ചത്തീനു. ഓൻ പറഞ്ഞ് കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റ് കേട്ടോ. പിന്നെ കൊല്ലാൻ സാറാണ്. ഞാൻ ചാവുമ്പേ ഓൻ ചാവൂല. ഓൻ്റെ ഹെൽത്ത് ഇനിയുണ്ട് 3/4. പച്ചമ മഞ്ഞ പോലെ എത്തിയില്ല. മഞ്ഞ പത്തിച്ചരാ
ഒറ്റ അടിമതി മഞ്ഞ കിട്ടും. മഞ്ഞ ആ ഇപ്പം കിട്ടും. ഇതിൻ്റെ ചോപ്പ് ഞാൻ ഇപ്പം ചോപ്പാവും. ചോപ്പായി കുഴപ്പമില്ല. അത് സീനുണ്ടാവും. ഈ ബോസ് കുറച്ച് കുച്ചുപാടിയും കുറച്ച് തീ പവറൊക്കെ ആയതാണ്. പിന്നെ ഒരടി കൊള്ളാതെ നിൽക്കും. എങ്ങനെ അറിയാം? അവൻ്റെ അടുത്തേക്ക് പോവാതെ. അത് ആണുങ്ങൾക്ക് പറഞ്ഞതാണോ? അല്ല, അവിടെ നമ്മൾ അടുത്തേക്ക് പോകുന്നില്ല. ഇനി കുറച്ച് നേരം പെണ്ണാലും കുഴപ്പമില്ല. ജയിച്ചാൽ മതി. ഞാൻ അടുത്തേക്കേ പോകണില്ല. ജസ്റ്റ് വിട്ടുനിന്ന് ഇങ്ങനെ കളിക്കുക, അത്ര തന്നെ. പുള്ളില്ല കണ്ടോ? ഒരു എന്താ ശ്വാസം വലിച്ചാൽ പറ്റില്ല. ഇത് ശ്വാസം വലിച്ചാൽ കൊല്ലാൻ നോക്കുക നമ്മളാ. ഇതിട്ടാണ്ട് ഇങ്ങനെ കള്ള ശ്വാസം വലിപ്പിച്ചാൽ കൊല്ലാൻ നോക്കുകയാണ്. കുച്ചുവളി ഇട്ടത്. കുച്ചുവളി ബോസ്. ഇതെന്ത് ബോസാ? ഇങ്ങനെയൊക്കെ ബോസ് ഉണ്ടോ? C1 ലാസ്റ്റ് ബോസാ. അപ്പോൾ സ്കിഡിലെ ബോസ് അടിച്ചുമ്പോൾ ഇത് കുച്ചുവളി ബോസ്. നാണുണ്ടോ തനിക്ക്? നാണം പറഞ്ഞ സാധനം ഉണ്ടോ? അയ്യോ, എൻ്റെ സ്ട്രെങ്ത് കഴിഞ്ഞിട്ട് അടിച്ചോനെ. ഇങ്ങനെ മൂഞ്ചത്. സ്ട്രെങ്ത് കയ്യില്ല. ഇപ്പൊ ചാവും. എത്ത്. ഞാൻ ചത്ത്. ഓനല്ലേ ഞാൻ ചത്ത്. ആദ്യത്ത് ഞാൻ ചത്ത്. നാറുന്ന് എന്ത് വേണാണ്? ഇവൻ കക്കൂസ സാധനം കണ്ടിട്ടില്ല. മേലേജ് ബോസായത് ഇത് കുച്ചുപളിയൻ. എട്ടാ ഏതടാ മൂവ്? ഇത് ഇങ്ങനെയൊക്കെ മൂടാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ മൂട്ടാ ഇന്നെ പോലത്തെ പാകങ്ങൾ രക്ഷപ്പെടുക. ഒന്നാമത് എൻ്റെ കുച്ചുപളി. എൻ്റെ കുച്ചുപളി കാരണം ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് വല്ലാത്ത മൂവ്. പക്ഷേ ഇൻ്റെ ഒറ്റ മണി കാണണ്ടോ? ഇൻ്റെ ഒറ്റ മണി ചത്തു ഗൈസ്. ബീജിമിട് അത്രേ ഉള്ളൂ മുത്തേ. കൺഗ്രാഷൻ ഫോർ റീച്ചിങ് ലെവൽ 7. യു റെഡി ടു ഗോ നെക്സ്റ്റ് വേൾഡ്. ടാക്ക് ദ ഡിറ്റക്റ്റീവോ? അല്ല, ഡിറ്റക്റ്റീവ് ഇവിടെ അയ്യോ കണ്ടുപിടിച്ച ഡിറ്റക്റ്റീവ് ആരാ? ഓർമ്മയുണ്ട്. പ്രിസണിലുണ്ട് അവിടുത്തെ ഒരു ഡിറ്റക്റ്റീവ് പോലീസ്. 700 വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കേ അവസാനം ബ്ലോക്ക് ഫുഡ് കറക്കി പോവാം. അവർക്ക് മെത്തിക്കലൊക്കെ തന്നാലോ ഗിഫ്റ്റ് ചെയ്യാണ്ട്. ഏത് അവിടെ തോന്നുന്നു പോയത് ഇവിടുത്തെ കയറാം. ഇതിന് നടുവിലായിക്കാരം ജംഗിള്. കണ്ട് ജംഗിൾ അവിടെ കണ്ട് പട്ട ആരും ഇല്ല. അല്ലെങ്കിൽ വരും ഒരു ഡ്രാഗനൊക്കെ വരും. എന്നിട്ട് ഇങ്ങോട്ടോ കൊല്ലും. എനിക്ക് നല്ല കിട്ടിയാൽ ആരും ഉണ്ട് കേട്ടോ. മെറ്റിക്കല് അടാ റബ്ബറിൻ്റെ ഇൻട്രാ. നമുക്കേ ഒരു സഹായം ചെയ്താലോ? നമുക്ക് കൊടുത്താലോ? ചോദിച്ചോക്കാം. കൊടുക്കാം നമുക്ക്. വേണ്ടേ? എന്നാ ഫുഡിനൊന്നും ഡിമാൻഡില്ല ഗൈസ് ഇപ്പോൾ. നമുക്ക് വേണ്ട ഒന്ന് സ്റ്റോർ ചെയ്യാം. മിക്കവാറും സ്റ്റോർ ചെയ്ത് എന്തായാലും നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മൾ പോകണം കേട്ടോ. നമുക്ക് നേരെ പ്രിസണിക്ക് പോവാം. പ്രിസണിൽ എൻ്റെ കൂടെ ചങ്ങന്മാരുണ്ട്, എൻ്റെ കൂട്ടുകാർ. കറക്റ്റോ അതിലേക്ക്. ഓക്കെ, ഡിറ്റക്റ്റീവ് താനാണോ? മിലിറ്ററി ഡിറ്റക്റ്റീവ് കേട്ടോ. എനിക്ക് പോകണം. ടാക്ക് 700 ലെവലായി. ഞാൻ എസ്കേപ്പായി. ഏതോ ഒരു രാജാവ് രക്ഷപ്പെട്ടു. നമുക്ക് കൊല്ലണം. അതാണ് മൈ ലേറ്റസ്റ്റ് ഹൈഡിങ് ഔട്ട് ഐസ് അഡ്മിറൽ അറ്റ് ദ ഫ്രോസൺ വില്ലേജ്. ടേക്ക് എ കീ, ട്രാക്ക് ഈസ് ഡൗൺ. എവിടെ പറഞ്ഞ വില്ലേജ് ഐലാൻഡ് എന്നല്ല പറഞ്ഞേ. ഓക്കെ, you found the ice admiral at the frozen get the information. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസ് കൊണങ്ങി. അല്ല, അവിടെയുള്ള ഫ്രോസൺ നമുക്ക് ഫിഷ് ചെയ്തപ്പോൾ ഏതോ വേറൊരു ഇല്ല, എല്ലാ പോർഷനും കിട്ടിയാണ്. പോട്ടെ.
അവിടെ സംസാരിക്കണ്ട ഞാന്. കീ ഉണ്ട് എൻ്റെ കയ്യില്. കീ ഇതാരെടുത്ത് കൊണ്ടെടുക്കണ്ടേ? ഇങ്ങനെ എടുത്താ സിഗ്മാൻ്റെ അടുത്തല്ല. ഇതല്ല, ഇവിടെയല്ല. അതൊക്കെ എൻ്റെ ഞാൻ ആരെടുത്ത് കൊണ്ടെടുക്കാം? എനിക്ക് തോന്നുന്നു അടിയുള്ള ആരെടുത്ത സീക്രട്ട് റൂമിൻ്റെ ഉള്ളില്. ഇവിടെ ഒരു വാതിൽ കണ്ടോ താങ്കൾ? ലെറ്റ്സ് ഗോ. നീ ബോസിനെ കൊല്ലണോ? അല്ല, അപ്പൊ ഇതാ ലാസ്റ്റ് ബോസ്? അതല്ല ലാസ്റ്റ് ബോസ് ഐസ്. ഒന്ന് നമ്മൾ ബോസിനെ കൊന്നത് ഈ രാജ്യം വിട്ട് പോകണം കേട്ടോ, അല്ല നമ്മൾ പോകണില്ല. ബോസിനെ കൊല്ലാൻ നമ്മൾ രാജ്യം വിട്ട് പോകാൻ കാണില്ല. ഓ വാ, ഐസാണ്. ഐസാണ്, പക്ഷെ ഐസൊന്നും ചെയ്യാനുള്ള കാര്യമില്ല നമുക്ക്. എന്താ ഈ കൂർപ്പ് വരും, അപ്പൊ നിങ്ങൾ എപ്പോഴും പൊന്തിന്ന് കളിച്ചാൽ മതി. ഈ ആ കൂർപ്പിലൂടെ നമ്മളാണ് ചാവും, മനസ്സിലായില്ലേ? ഈ കൂർപ്പ് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. എന്നിട്ട് ഈ കൂർപ്പ് മാത്രം നോക്കിയാൽ നമ്മൾ. പൊന്ത് പൊന്ത് പൊന്ത്. ഇവ കൂർപ്പിലൂടെ നമ്മൾ കൊണ്ടുപോകും. മുക്കി കള്ളപ്പന്നി. മുക്ക ഞാൻ എൻ്റെ കെട്ടിയോളാടാ. മുക്ക ഞാൻ എൻ്റെ കെട്ടിയോളോ? മുക്കെന്ന് വെച്ചില്ല, പക്ഷെ മുക്കാൻ മാത്രം തന്നെ ആയോ? അതിനത് വളർന്നിട്ടില്ല, ബോസ് മാത്രമേ ഉള്ളൂ. പക്ഷെ മുക്കി കൊല്ലരുത്, കൊല്ലല്ലേ കൊല്ലല്ലേ പ്ലീസ്, കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. ഞാൻ പാവാ. എനിക്കിതറിയില്ലേ? തക്കുട്. ഞാൻ പാവാണ്. ഞാൻ പാവടാ, എന്നെ കൊല്ലലടാ പ്ലീസ് പ്ലീസ്. കൊല്ലല്ലേ മുത്തേ. ചത്തിട്ട് വേണം എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ. അത്രേ ഉള്ളൂ. Well, I lost it. It happens. അപ്പൊ ഈ ഐസാദിമിടെ എന്താണെന്ന് വെച്ചാല്, ഇവനെ നമ്മൾ കൊന്നല്ലോ, ഇവൻ പിന്നെ സ്പോൺ ചെയ്യാൻ ഓരോ ഫ്രണ്ട്സ് അമ്മയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പോണിനെ ഓരോ സെക്കൻഡ്സിലേക്ക് ഇടാൻ നോക്കിയോല് രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ സമയത്ത് എന്ത് പറ്റി? ആ സമയത്ത് ഇയാൾ തടുക്കാൻ നോക്കി ഐസാദിമിനെ, പക്ഷെ നടന്നില്ല. ഓനെ ഫ്രൂട്ടാള് ഭയങ്കര സ്പീഡിൽ എന്താ പറയുക സെക്കൻഡ്സിക്ക് പോകാൻ സഹായിച്ചു. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പോയിക്കാനോ ഓനെ പോയി കൊല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് നമ്മൾ മിലിറ്ററി ഡിക്റ്റേറ്ററുമായി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററി ഡിക്റ്റേറ്ററുമായി സംസാരിക്കാം. ഈ പ്രിസണോടെ പ്രിസൺ അതാണ് പ്രിസൺ അല്ലല്ലോ, പ്രിസൺ ഇത്ര ദൂരെ അല്ലേ? ഈ ഫ്രൂട്ടാൾ ചില തെണ്ടികളാ, ആ കളർ രക്ഷിച്ചില്ല. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഡിക്റ്റേറ്റീവ് ഞാൻ വീണ്ടും വന്നത്. ഓക്കെ, ഇയാളുടെ പുള്ളിക്കുത്തിട്ടേക്കണേ. ഓ ഇൻട്രസ്റ്റിംഗ്. ഓ മിഡിൽ ടൗണിൽ പോയ ക്യാപ്റ്റനെ കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അതൊക്കെ എന്തൊക്കെ ഒന്നിച്ച് വെച്ചാലേ ഇതൊരുമാതിരി മനുഷ്യനെ ഇങ്ങനെ വട്ടം കളിപ്പിച്ചത് ഒരു തേങ്ങ. ഈ പ്രദേശം ഞാൻ ഒരു കഥ പറഞ്ഞ, ഈ കാണുന്നതാണ് ഒരു മിഡിൽ ടൗൺ. ഈ പ്രദേശത്തുള്ള ആൾക്കാരെ വൻ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പിന്നെ ഭക്ഷണ സാധനങ്ങളുമാണ്. ഇവർ എന്തൊക്കെ വിൽക്കുന്ന വെച്ചാൽ ഫ്രൂട്ട് വിൽക്കും, പല സാധനങ്ങളും വിൽക്കും. ഇവർക്കൊരു ബോസ് ഉണ്ട്, സോ അതാണ് ബോസിൻ്റെ പേര്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഹോം സ്ഥാനം സ്ഥാപിക്കുന്ന ആൾ. ഇതിൻ്റെ നേരെ പിറകിലോട്ട് വന്നാൽ വശത്തെ നമുക്ക് കാണാം ഒരു ഫ്രൂട്ട് കച്ചവടക്കാരൻ. ഇവൻ്റെ കയ്യിൽ നിന്നാണ് എല്ലാവരും ഫ്രൂട്ട് വാങ്ങി വിൽക്കുന്നത്. ഇതൊക്കെ മനസ്സിലായില്ലേ? ഫ്രൂട്ടിൽ നല്ല സാധനം ഉണ്ടോ? നല്ല സാധനം ലൈറ്റ് ഉണ്ട്, പക്ഷെ വേണ്ട അതിൻ്റെ പാടി കറക്കി കിട്ടുന്നതാണ്. ബുദ്ധ, അത് നല്ലൊരു ഇതാണ്. ലവ് ബുദ്ധ. പിന്നെ അപ്പുറത്ത് നമുക്ക് ക്യാഷ് ഇല്ല. ഗ്രാവിറ്റി നോക്കൊക്കെ ഇല്ല, എല്ലാവരും വാങ്ങി കൊണ്ടുപോകണ്ട. ഇല്ലടാ കണ്ടോ, ബുദ്ധ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനൊരു താല്പര്യമില്ല. ബുദ്ധ കറക്കെ കിട്ടിക്കോളാത്ത, വെറുതെ 1.5 മില്യൺ കളയണ്ടല്ലോ. അവിടെ നോക്കാം. അപ്പം നമ്മൾ ഇവിടുത്തെ ക്യാപ്റ്റൻ ഇല്ല, ക്യാപ്റ്റൻ ഇവിടെ ആരാ? ക്യാപ്റ്റൻ ഞാൻ തപ്പി കണ്ടുപിടിച്ചത് ഇവിടുത്തെ ക്യാപ്റ്റനാണ്. ഇതേപോലെ എനിക്ക് ബെറി
അതിന് യൂസ് ഉണ്ടായിരിക്കും അറിയുന്ന കമന്റ് ചെയ്യണേ. ഇവിടെ ക്യാപ്റ്റൻ എവിടെ? ഇത് ബോർഡ് ഡീലർ, ഇതും ബോർഡ് ഡീലർ, ഇത് ബോർഡ് ഡീലർ, ഇതും ബോർഡ് ഡീലർ. ക്യാപ്റ്റൻ എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ. ഇയാൾ പുള്ളിക്കുത്തിട്ട് കളിച്ചാണ്. ഐ ക്യാൻ ടേക്ക് യു സെക്കൻഡ് സീ. ഓ ഇയാൾ നമ്മൾ സെക്കൻഡ് സീക്ക് എടുക്കും. ഇയാൾ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ സെക്കൻഡ് സീലോട്ട് പോവാണ്. അത്രേ ഉള്ളൂ. 3% ചാർജ്. അപ്പോൾ ഓഫ് ആവൂല ഗൈസ്, ഓഫ് ആവും. ന്യൂ ടൈറ്റിൽ അൺലോക്ക്ഡ്. ബിഗ് ന്യൂസ്. ന്യൂ ടൈറ്റിൽ അൺലോക്ക്ഡ്. ഫിഷ് വാർണർ. ന്യൂ ടൈറ്റിൽ PK സേവ്. നമുക്ക് പൈറേറ്റ്സിന് മതി, അത്ര സൈഡൊന്നും വേണ്ട. ജോയിനിങ്. എടാ ബാഡ്ജ് കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഞങ്ങളെ പുതിയ ഏരിയ അത്രേ ഉള്ളൂ. അപ്പം ഇനി തക്കൂരിൻ്റെ വിശേഷങ്ങൾ C2 എല്ലാവരും മറക്കാതെ കാണുക. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക മറക്കല്ലേ. ബൈ ബൈ. ബാക്കി നമ്മൾ നാളത്തെ വീഡിയോ ഇടാം.